ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 75 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. സദ്യോ നിഷ്പിഷ്ടസന്ധിം ഭുവി നരപതിമാപാത്യ തസ്യോപരിഷ്ടാൻ ത്വയ്യാവേത്യ തദൈവ തദുപരി പരിതാ നാഗിനാം പുഷ്പവൃഷ്ടിം കിം കിം ബ്രൂമസ്തദാനീം സതതമവിഭ്യ തദ്ഗതാത്മാ സഭേജേ സ്വായൂജ്യം ത്വൻപദോദ്ധ്വാ പരമപരമയം വാസനാകാരണേ മേ. അന്വയം. അർത്ഥം. സദ്യ അപ്പോൾ നരപതി രാജാവായ കംസനെ നിഷ്ഠിഷ്ട സിന്ധിങ് നിഷ്പഷ്ട സിന്ധിങ് നിഷ്പിഷ്ട സന്ധിങ് സന്ധികൾ കശക്കപ്പെട്ടവനായി ഭുവി ഭൂമിയിൽ ആപാത്യ പതിപ്പിച്ചിട്ട് തസ്യ അവൻ്റെ ഉപരിഷ്ടാൻ മുകളിൽ തൊയ് അങ്ങെ ആപാത്യ വീണു തഥായേവ ആ സമയം തന്നെ നാഗിനാം സ്വർലോകവാസികളായ ദേവന്മാരുടെ പുഷ്പവൃഷ്ടി പുഷ്പവർഷം തൊതുപരി അങ്ങയുടെ ശിരസിൽ പതിത വീണു. കിം കിം ബ്രൂമ ഞങ്ങൾ എന്തു പറയട്ടെ. തദാനീം അപ്പോൾ സതതം അഭി എപ്പോഴും ഭിയ ഭയത്താൽ ദുർഗതാത്മാ അങ്ങിൽ നിൽക്കുന്ന മനസ്സോടുകൂടിയ സ ആ കംസൻ സായുജ്യം അങ്ങയുമായി ഐക്യം ഭേജെ ഭജിച്ച് പരമ മഹാനായ വിഷ്ണു അല്ലയോ വിഷ്ണു ഇയം ഇത് കാലനേമിയുടെ ത്വദ്വതോധ അങ്ങു ചെയ്ത വധത്തിൽ നിന്നുണ്ടായ വാസനാപരം വാസന തന്നെയാണ്. ഹരിവു. ത്വദ്വധോധ്വ അങ്ങ് ചെയ്ത വധത്തിൽ നിന്നും ഉണ്ടായ വാസനാപരം വാസന തന്നെയാണ്. ഹരിവു. സാരം. കംസന്റെ സന്ധികൾ തകർത്തു തരിപ്പണമാക്കി കംസനെ നിലത്തിട്ടു. അവൻ്റെ മേൽ കയറിയിരുന്ന് വധിച്ചപ്പോൾ ഭഗവാനുപരി ദേവകൾ പുഷ്പവർഷം നടത്തി. അത്ഭുതം തന്നെ, കംസന് സായുജ്യം കിട്ടി. ഭയം കൊണ്ടാണെങ്കിലും ഭഗവാനെ പറ്റിയുള്ള നിത്യസ്മരണ കൊണ്ട് കംസന്റെ മനസ്സ് ഭഗവാൻ മായയായി തീർന്നു. അത് അയാളുടെ സായുജ്യമുക്തിക്ക് കാരണമായി ഭവിച്ചു. ഹരിവോ. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. ത്വം പ്രാത്യൂനഷ്ടപിഷ്ട്വാദ്രുതമധ പിതരൗ സന്നമൻ ഉഗ്രസേനം കൃത്വാ രാജാനാമുച്ചൈർ യദുകുലമഖിലം മോദയൻ കാമദാനൈ ഭക്താനാമുത്തമം ചോദ്ധവം അമരഗുരോർ ആപ്തനീതിം സഹായം ലബ്ധ്വാ തുഷ്ടോ നഗര്യാം പവനപുരപതേരുന്തിമേ സർവരോഗാൻ. അന്വയം. അർത്ഥം. തത് ഭ്രാതൃൻ കംസന്റെ സഹോദരന്മാരായ 8 പേരെയും പിഷ്ട്വ പൊടിയാക്കിയിട്ട് അധ പിന്നീട് ദ്രുതം വേഗത്തിൽ പിതരൗ മാതാപിതാക്കന്മാരെ സന്നമൻ ഭക്തിയോടുകൂടി സാഷ്ടാംഗം നമസ്കരിക്കുന്നവനായി ഉഗ്രസേനനെ രാജാനാം രാജാവായി കൃത്വ വാഴിച്ചിട്ട് കാമദാനൈ അഭീഷ്ടങ്ങൾ ദാനം ചെയ്ത് അഖിലം എല്ലാം യദുകുലം യദുവംശത്തിൽപ്പെട്ടവരെ ഉച്ചൈ ഏറ്റവും അധികം മോദയൻ സന്തോഷിപ്പിച്ചിട്ട് ഭക്താനാം ഭക്തന്മാരുടെ കൂട്ടത്തിൽ അമരഗുരു ദേവഗുരുവായ ബൃഹസ്പതിയിൽ നിന്ന്
ആപ്തനീതിയും നീതിശാസ്ത്രം പഠിച്ചവനായ ഉദ്ധവനെയും സഖായ കൂട്ടുകാരനായി ലപ്ത്വ നേടിയിട്ട് നഗര്യാം നഗരത്തിൽ തുഷ്ട സന്തോഷത്തോടു കൂടിയവനായി താമസിച്ച അങ്ങേ പവനപുരപതി ഗുരുവായൂരപ്പ മേ എൻ്റെ സർവ രോഗാൻ എല്ലാ രോഗങ്ങളെയും രുന്തി ഇല്ലാതാക്കിയാലും ഹരിവു. സാരം: കംസമതം കെട്ടെത്തിയ 8 സഹോദരന്മാരെയും ബലരാമൻ വധിച്ച ശേഷം മാതാപിതാക്കന്മാരെ വന്നിച്ചിട്ട് രാജാവായി ഉഗ്രസേനനെ അഭിഷേകം ചെയ്ത് അഭീഷ്ടദാനം നൽകി യദുവംശത്തിലുള്ളവരെയെല്ലാം സന്തോഷിപ്പിച്ചിട്ട് ബൃഹസ്പതി ശിഷ്യനും ഉത്തമ ഭക്തനുമായ ഉദ്ധവനെ കൂട്ടുകാരനായി സ്വീകരിച്ച് മധുരാപുരിയിൽ വസിച്ചു. ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ രോഗങ്ങൾ മാറ്റിയാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 75-ാം ദശകം സമാപ്തം. ഹരിവോം.